ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻഡ് സൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് ഹാപ്പി ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും സന്തോഷമായിരിക്കും, ഹാപ്പി ലൈഫായിരിക്കും. എന്നും അവർ നല്ല സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുക, നല്ല സമാധാനമുള്ളൊരു ലൈഫായിരിക്കും അവർക്കുണ്ടാവുക. നേരെ മറിച്ച് അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവർക്ക് സങ്കടമാവും, എന്നും ബഹളമാവും, എന്നും എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇവർ സംസാരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും പാർട്ട്ണർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിലും വേറൊരാളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട്, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിയിട്ടേ സംസാരിക്കുള്ളൂ. ഒരു സമാധാനമില്ലാത്ത ലൈഫായിരിക്കും ഇവർക്കുണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 7 കീ എലമെന്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ 7 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് ഒരു ഹാപ്പി റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ കഴിയും. അപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമാണ് അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്റ്റ്. അതായത് നമ്മളെ പാർട്ട്ണറിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. എപ്പോഴും ആ പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അയാളുടെ കുറ്റവും കുറവുകളും കാണാതെ, അതായത് തിരിച്ചും അങ്ങനെയാവാം, കുറ്റവും കുറവുകളും കാണാതെ അവരുടെ അടുത്ത് നല്ല കാര്യങ്ങൾ മാത്രം പറയുക. നല്ലൊരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം പറയുക. അവരുടെ കുറ്റവും കുറവുകളും മാത്രം പറയാതെ അവരുടെ അടുത്ത് നല്ല കാര്യങ്ങൾ മാത്രം പറയുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടരാൻ കഴിയും. രണ്ടാമത്തെ കാര്യമാണ് ഹ്യൂമിനിറ്റി, അതായത് വിനിമയം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പ് തുടരുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ അയാളെ ഒപ്പീനിയൻസ്, ഐഡിയാസ് ഒക്കെ നമ്മൾ അവരത് മനസ്സിലാക്കണം. അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഹമ്പിളായിട്ട് വേണം ഇരിക്കാൻ. അവരുടെ ഐഡിയാസും ഒപ്പീനിയൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറാൻ. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ട് ജനറലൈസ് ഇൻസ്റ്റെഡ് ഓഫ് കീപ് സ്കോർ ആണ്. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരൊരു ടീമായിരിക്കും. ആ ടീമിലുള്ള ഒരാൾക്ക് സ്കോർ കിട്ടിയാൽ ആ ടീമിലത്തെ എല്ലാവരുടെയും സ്കോർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് നമുക്കും കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അവരും ചെയ്യുക. അപ്പോൾ നമ്മളും തിരിച്ചും അങ്ങോട്ട് അതുപോലെ തന്നെ നിൽക്കുക. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യരുത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരും തിരിച്ചെന്തെങ്കിലും നമ്മളെ ഇതാക്കും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും തിരിച്ചു കിട്ടും വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. നാലാമത്തെ കാര്യമാണ് 2-way കമ്മ്യൂണിക്കേഷൻ. 2-way ഒരു സ്ട്രൈറ്റ് പോലെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കും സംസാരിക്കണം, അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും സംസാരിക്കണം. രണ്ടുപേർക്കും സംസാരിക്കാതെ പെർമിഷൻ കൊടുക്കണം. നിങ്ങൾ പറയുന്നത് കേൾക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും പറയുന്നത് കേൾക്കണം. അതുപോലെ രണ്ടും ഈക്വൽ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. എന്നാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ കൂടിയും അത് ഇഷ്ടമാണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഇഷ്ടമാവുമോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക എല്ലാ കാര്യങ്ങളും. അതാകുമ്പോൾ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടരാൻ കഴിയും. അതുപോലെ തന്നെ അയാളോട് സംസാരിക്കുന്ന ടൈമിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. അതുപോലെ മനസ്സിലാക്കി സംസാരിക്കണം. സംസാരിക്കുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് ആദ്യം ഓർത്ത് അവരുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടരാൻ കഴിയും. അഞ്ചാമത്തെ കാര്യമാണ് പേഷ്യൻസ്. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എടുത്തു ചാടാതെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ആ ഒരു റിലേഷൻഷിപ്പ് തകരാനേ ചാൻസ് ഉള്ളൂ. കാരണം ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയില്ല. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആറാമത്തെ കാര്യമാണ് ഷെയറിങ് യുവർ നീഡ്സ്. പാർട്ട്ണറിന്, അതായത് റിലേഷൻഷിപ്പിലുള്ള ഒരാൾക്ക് നമ്മളെ കാര്യങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി നമ്മളെ മനസ്സിലാവണമെന്നില്ല. അത് നമ്മളൊരു മെന്റലിസ്റ്റ് ഒന്നും അല്ലല്ലോ നമുക്ക് മനസ്സിലാവാൻ.
അപ്പോൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിക്കുക. എങ്ങനെ എന്തെങ്കിലും നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് നല്ല ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് നല്ല പോലെ തുടരാൻ കഴിയും, ഒരു ഹാപ്പി ആയിട്ട് തുടരാൻ കഴിയും. കാരണം ഒരു കാര്യം നമ്മൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഹെൽപ്പ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സമയമുണ്ടല്ലോ, നമുക്ക് റെഡിയാക്കി എടുക്കാം, ഒക്കെ ശരിയാവും, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറയും. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് നമുക്ക് ആ ഒരു ഫീല് കിട്ടിയതുപോലെ ആയിരിക്കും, നമ്മൾ ആ കാര്യം ചെയ്തതുപോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടരാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യമാണ് നോവലിറ്റി, അതായത് പുതുമ. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, മെമ്മറീസും ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലൊരു മെമ്മറീസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ലൊരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ നല്ലൊരു മെമ്മറീസ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്കത് കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും, നല്ലൊരു ഹാപ്പി ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് തുടരാൻ കഴിയും. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തുടരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ നിന്നും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടരാൻ കഴിയും. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങൾക്കും മാറ്റമുണ്ടാകും. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.